ഹരി ഓം. ശ്രീകൃഷ്ണ കർണാമൃതം 2-ാം സർഗത്തിലെ ആദ്യ ശ്ലോകം, 5-ാമത്തെ ശ്ലോകം. അങ്കുല്യഗ്രൈരരുണകിരണൈർ മുക്തസംരുദ്ധരന്ധ്രം വാരം വാരം വദനമരുതാ വേണുമാപൂരയന്തം വ്യത്യസ്താം ഘ്രിം വികച കമലഛായ വിസ്താരി നേത്രം വന്ദേ വൃന്ദാവനസുചരിതം നന്ദഗോപാലസൂനും. കാല് പിണച്ച് വെച്ച് തല ചരിച്ച് പിടിച്ച് ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണൻ്റെ രൂപമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അങ്കുല്യഗ്രൈരരുണകിരണൈർ മുക്തസംരുദ്ധരന്ധ്രം വാരം വാരം വദനമരുതാ വേണുമാപൂരയന്തം വ്യത്യസ്താംഘ്രിം വികചകമല ഛായ വിസ്താരി നേത്രം വന്ദേ വൃന്ദാവനസുചരിതം നന്ദഗോപാലസൂനും. അരുണകിരണം, ചുവന്ന നഖങ്ങൾ പറയുന്നു. അങ്കുല്യ അഗ്രൈ, ആ കൈവിരൽ തുമ്പിലുള്ള ആ നഖങ്ങളുടെ ഭംഗി പറയുന്നു. പിന്നെ മുക്ത സംരുദ്ധ രന്ധ്രം, ഓടക്കുഴലിൻ്റെ ആ രന്ധ്രം, കിഴുത്തകൾ, ദ്വാരങ്ങൾ അടച്ചും തുറന്നും തുടരെ ഊതി വിരൽ കൊണ്ട്, അങ്കുലികൾ കൊണ്ടാണല്ലോ അടയ്ക്കുന്നത് ആ ഓടക്കുഴലിൻ്റെ ഹോളുകൾ. അതിൽ രന്ധ്രം എന്ന് പറഞ്ഞാൽ ഹോള്, കിഴുത്തകൾ, കുഴികൾ, അത് ഇടയ്ക്കിടയ്ക്ക് അത് തുമ്പ് കൊണ്ട് തുറന്നും അടച്ചും, ഇങ്ങനെയാണ് ഓടക്കുഴൽ വായിക്കുന്നത്. അങ്ങനെ ഓടക്കുഴൽ വിളിക്കുന്നവനും അതുപോലെ വികസിച്ച കമല താമര ഛായ വിസ്താരി നേത്രം, നേത്രത്തിൻ്റെ ഭംഗി എപ്പോഴും പറയുന്നുണ്ട്, മുഖത്തിൻ്റെ ഭംഗി. അതാണ് ഈ പുസ്തകത്തിലുടനീളം കാണാൻ കഴിയുന്നത്. അത്ര നമുക്ക് എത്ര നമ്മൾ ഒട്ടും ഭഗവാനോട് ഒരു ഇതുമില്ലാത്തവരാണെങ്കിൽ ഇത് വായിച്ച് കഴിയുമ്പോൾ തനിയേ നമുക്ക് സ്നേഹം വരും ഭഗവാനോട്. അത്ര സൗന്ദര്യത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ലല്ലേ. ലോകത്തിലെ എല്ലാ സൗന്ദര്യ വസ്തുക്കളും കൂടെ കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഏറ്റവും സുന്ദരമായ വസ്തുവാണ് ഭഗവാൻ എന്നാണ് കവി പറയുന്നത്. ഓരോ സൗന്ദര്യ സാധനം നമ്മുടെ ഏറ്റവും ഈ കവിതയൊക്കെ എഴുതിയ ആ കാലത്തുണ്ടായിരുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള സാധനങ്ങളെല്ലാം ഭഗവാൻ അതിൻ്റെ എല്ലാം ഉപമിച്ചിരിക്കുന്നത് അതിനോടാണ്. ചന്ദ്രന്, താമരപ്പൂവ്, അതുപോലെ വള്ളികൾ, നികുഞ്ചങ്ങൾ, വള്ളിക്കൊള്ളികൾ, അങ്ങനത്തെ ഉള്ള ഇത്, പിന്നെ ഓടക്കുഴലിൻ്റെ ഭംഗി, നിൽപ്പിൻ്റെ ഭംഗി ഒക്കെ, ഭഗവാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം, പീത നിറം ഭഗവാൻ നന്നായിട്ട് ചേരും. കോൺട്രാസ്റ്റിങ്ങാണ്, നീല മഞ്ഞ്, നല്ല ഭംഗിയാണ്. അങ്ങനെ വർണ്ണിച്ചിരിക്കുക. അപ്പോൾ വാരം വദനമരുത, എപ്പോഴും തുടരെ വികച കമല ഛായ വിസ്താരി നേത്രം, ആ വൃന്ദാവന സുചരിതം, വൃന്ദാവനത്തിൽ ഇങ്ങനെ നല്ല ചരിത്രം, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു നടന്നിരുന്ന വ്യത്യസ്ത അങ്ക്രികൾ എങ്ങനെയാണ് അങ്ങോട്ടാ വ്യത്യസ്തമായിട്ട് വെച്ചിരിക്കുക. ഇടത്തേക്കാല് വലത്തോട്ടും വലത്തേക്കാല് ഇടത്തോട്ടും വെച്ചിരിക്കുക. അതുപോലെ നന്ദഗോപാലൻ്റെ പുത്രനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ അഹം വന്ദേ. അത്രയേ ഉള്ളൂ അതിനകത്ത് അർത്ഥമായിട്ട് പറയാൻ. ആ വൃന്ദാവന പ്രദേശത്ത് ഗോക്കളെ മേയിച്ച് നടക്കുന്ന ഭഗവാനെ ആ ഗോപീജന കാമുകനായിട്ട് പറയുകയാണ് ഇവിടെ. അത് എല്ലാവർക്കും ഇഷ്ടം അത് പറയാനല്ലേ. ഗോപികളുടെ കാമുകനായ ഭഗവാനെ കാമിച്ചിരുന്ന കാമിനിമാരായ ഗോപികളുടെ കഥ എല്ലായിടത്തും പറയുന്നുണ്ട്. അതിനൊരു കുറ്റങ്ങളൊന്നും ഇല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ രാധാവിരഹത്തിൻ്റെ പാട്ടുകളില്ലേ, അതൊക്കെ നമ്മൾ പിന്നെ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പാടാനായിട്ട് രാധാവിരഹം അതൊരു വലിയൊരു വിഷയമായിട്ടെടുത്ത് കവികൾ എഴുതാറുണ്ട്. ഓടക്കുഴൽ വിളി ആ പാട്ടൊക്കെ പണ്ടെഴുതിയിരുന്ന് അത് പാടാൻ അനുവാദമുണ്ടായിരുന്നു. അല്ലാതെ
ഒരു നമുക്ക് ഒരു സ്തുതിയോ അങ്ങനത്തെ ഒന്നും, ഒരു ഈശ്വര സ്തുതിയോ ഏതെങ്കിലും ഒരു ദൈവത്തിനെ കുറിച്ചുള്ള ഇതൊന്നും പാടാൻ ലളിത സംഗീതത്തിൽ ഉൾപ്പെടുത്താനെന്ന് അന്നല്ല ഇന്നും സമ്മതിക്കത്തില്ല. പക്ഷേ ഈ പാട്ട് പാടാം. ശരിക്കും പറഞ്ഞാൽ അത് കൃഷ്ണൻ്റെ പാട്ടാണ്. കൃഷ്ണനെ അവിടെ പക്ഷേ ഒരു ദൈവമായിട്ട് അവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാധാവിരഹം അതെവിടെ വേണമെങ്കിലും നമുക്ക് പാടാം. അതിനൊരു ദൈവത്തിൻ്റെ പരിവേഷം കൊടുത്തിട്ടില്ല, ഈശ്വരൻ്റെ ഒരു പരിവേഷം അവിടെ കൃഷ്ണന് കൊടുത്തിട്ടില്ല. കൃഷ്ണനും ഗോപികമാരുമായിട്ടുള്ള ആ കലഹങ്ങളുമൊക്കെ ആ വിഷയങ്ങളാണെങ്കിൽ അത് മാത്രം എക്സെപ്ഷനൽ ആണ്. അറിയാവുന്നവർക്കറിയാതെ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ഒരുപാട് പേര് പണ്ടും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നൊരു, അതുപോലെ ഒരുപാട് കീർത്തനങ്ങൾ, ഒരുപാട് പാട്ടുകളുണ്ട് രാധാവിരഹം. അതുകൊണ്ട് തന്നെ അതിനകത്ത് പറയേണ്ടി വന്നത് ഇവിടെ അതിനെക്കുറിച്ച് നന്നായിട്ട് കാണുന്ന പ്രണയത്തിൻ്റെ ആ സൗന്ദര്യത്തിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ കൃഷ്ണൻ്റെ ഈ ലീലാശുകൻ വിരക്തി വന്ന ആൾ പോലും അതിനെ ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. മന്ദം മന്ദം മധുര നിനദൈർ വേണുമാപൂരയന്തം വൃന്ദം വൃന്ദാവന ഭുവി ഗവാം ചാരയന്തം ചരന്തം ഛന്ദോ ഭാഗേ ശതമഖമുഖ ധ്വംസിനാം ദാനവാനാം ഹന്താരം തം കഥയ രസനേ ഗോപകന്യാഭുജംഗം. വാക്കുകളൊക്കെ കിട്ടിയില്ലേ? മന്ദം മന്ദം മധുര നിനദൈർ വേണുമാപൂരയന്തം വൃന്ദം വൃന്ദാവന ഭുവി ഗവാം ചാരയന്തം ചരന്തം ഛന്ദോ ഭാഗേ ശതമഖമുഖ ധ്വംസിനാം ദാനവാനാം ഹന്താരം തം കഥയ രസനേ ഗോപകന്യാ ഭുജംഗം. അതുപോലെ അടുത്തതിനകത്ത് പറയുന്നത് ആ ഭഗവാൻ തന്നെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടുവെന്നാണ് കവി പറയുന്നത്. അത് കവിക്ക് അത്ര സന്തോഷം, അതുപോലെ ഒരു സന്തോഷം കവിക്ക് തോന്നുന്നു. വേണീമൂലേ വിരചിതഘന ശ്യാമപിഞ്ചാവചൂടോ വിദ്യുല്ലേഖാവലയിതൈവ സ്നിഗ്ധപീതാംബരേണ മാമാലിംഗ്യൻ മരതകമണി സ്തംഭഗംഭീരബാഹോ സ്വപ്നേ ദൃഷ്ട തരുണ തുളസീഭൂഷണോ നീലമേഘ. വേണീമൂലേ വിരചിതഘന ശ്യാമപിഞ്ചാവചൂടോ വിദ്യുല്ലേഖാവലയിതൈവ സ്നിഗ്ധപീതാംബരേണ മാമാലിംഗ്യൻ മരതകമണി സ്തംഭഗംഭീരബാഹോ സ്വപ്നേ ദൃഷ്ട, പിന്നെ പറഞ്ഞില്ലെങ്കിലും തരുണ തുളസീ ഭൂഷണോ നീലമേഘ. വേണീമൂലെ ആ തിരുമുടിക്കെട്ട് മാല ചുറ്റിക്കെട്ടി, നീലപ്പീലി മാല ചുറ്റിക്കെട്ടി, ആ മയിൽപ്പീലി മാല കെട്ടി, പിന്നെ അതിനോട് യോജിക്കുന്ന കോൺട്രാസ്റ്റ് കളറുള്ള മഞ്ഞപ്പട്ടൊക്കെ ഉടുത്ത്, അതുപോലെ തുളസി മാലയൊക്കെ ചാർത്തിയിട്ട് കർവർണ്ണനായി നിൽക്കുന്ന കൃഷ്ണൻ, കൃഷ്ണൻ്റെ കൈകൾ കൊണ്ട് ഇരുണ്ട മരതക പച്ചയ്ക്ക് ഇരുണ്ട കളറ്, അതുകൊണ്ടാണ് ഈ പച്ച എന്നൊക്കെ പറയുന്നത്. മരതക പച്ച കളറിൽ ഉള്ള കൈകൾ എന്നിവ വന്ന് തന്നെ ആലിംഗനം ചെയ്യുന്നതായിട്ട് സ്വപ്നേ ദൃഷ്ട, സ്വപ്നത്തിൽ ഞാൻ കണ്ടു. സ്വപ്നേ ദൃഷ്ട തരുണ തുളസീ ഭൂഷണോ നീലമേഘ. പിന്നെ അടുത്തത് വളരെ സുന്ദരമായ ഒരു കൺസെപ്റ്റാണ് ഭഗവാന്റെ ഗോപി വസ്ത്രാപഹാരം. അത് എല്ലാവരും പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും ഇവിടെ ഒന്നുകൂടെ അത് വിസ്തരിക്കുമ്പോൾ ഒന്ന് പറയണമല്ലോ.
ഒരു 12 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുടെ ഒരു ചപലതയായിട്ട് വേറെ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും പറയേണ്ടതാ. പിന്നെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നിടത്തോട്ടൊന്നും നമ്മൾ പോകണ്ട. നദിയെ മലിനപ്പെടുത്താതിരിക്കണമെന്ന് അതുകൊണ്ടാണെന്ന് ഒന്നും പറയണ്ട. അവരുടെ പിന്നെ അഹം എന്നുള്ള ആ ഭാവത്തെ കളയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തതാണെന്നും പറയണ്ട. ഒന്നും പറയണ്ട. ഇവിടെ എന്താ പറയേണ്ടത്? 12 വയസ്സിന് താഴെയുള്ളൊരു കൊച്ചുകുട്ടി, ഒരു ആൺകുട്ടി ഇപ്പോഴാണെങ്കിലും ചെയ്യുന്നതിന് അത്ര വലിയൊരു പ്രാധാന്യം കുറച്ച് പ്രായമുള്ള അമ്മമാർ കൊടുക്കാറുണ്ടോ? ഇപ്പോഴും നമ്മൾ കുളത്തിലൊക്കെ കുളിക്കുന്ന, ഇപ്പോഴത്തെ കാലമല്ല, ഒരു 10-20 വർഷം മുമ്പ് വരെ കുളത്തിൽ കുളിക്കാനും ഒക്കെ അമ്മമാർ പോകും. ആ കൂട്ടത്തിൽ ആൺകുട്ടികളൊക്കെ അതിലേ പോകും, നടക്കും. അപ്പോൾ ചിലപ്പോൾ അവർ ഈ തുണിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് അവരെല്ലാവരും കൂടെ കൂടി ഇത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നതല്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. കൃഷ്ണൻ തന്നെ ചെയ്ത ചെറിയ കുസൃതിയാണ്. അത്രയും കണ്ടാൽ മതി. അതിന് വലിയ മാത്രം പ്രാധാന്യം നൽകുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ഉടനെ മനുഷ്യൻ്റെ മുമ്പിൽ വരുന്ന നമ്മളുടെ ഈശ്വരനാണെന്ന് നമ്മൾ തന്നെ പറയുന്ന ആളിനെ ഏത് സമയത്താണ് ചെയ്തതെന്നോ ഏത് സമയത്താണ് ആ കാര്യങ്ങൾ നടന്നതെന്നോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഭഗവാൻ തുണി വാരിക്കൊണ്ട് പോയില്ലേ പെണ്ണുങ്ങളെ എന്ന് പറയും. അത് കളിയാക്കിയ രൂപത്തിൽ പല കൃതികളിലും നമ്മളുടെ തന്നെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവരെഴുതിയപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ അതിനകത്തുണ്ട്. അത് വായിക്കുന്നില്ല. ഒറ്റ ശ്ലോകം വായിച്ചിട്ടാണ് ഈ കഥകളൊക്കെ പ്രചരിപ്പിച്ച് അത് മോശമാണെന്നൊക്കെ പറയുന്നത്. ആ കുട്ടിക്കളി അതെന്ത് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളാണ് കാണിക്കുന്നെങ്കിൽ നമ്മളത് നല്ല ഇതായിട്ട് പറയാം. ഇപ്പം നടക്കുന്നൊന്നും പറയണ്ടല്ലേ. അപ്പോൾ നല്ല സുന്ദരമായിട്ട് അതിനെ വർണ്ണിക്കും. അത് നല്ല അതൊരു കൊച്ചു കുട്ടിയുടെ കുസൃതിയായിട്ട് അതിനെ നമ്മൾ വർണ്ണിച്ച് നിസ്സാരപ്പെടുത്തും. മറ്റേതത് വലുതാക്കി. അത്രയേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസം. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ആ കുട്ടിയുടെ അവരോടുള്ള അടുപ്പം അല്ലേ, ആ അമ്മമാരോട് ആ ഗോപസ്ത്രീകളോടുള്ള ഭഗവാന്റെ അടുപ്പം അവർക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ അവർക്കും അത് കൃഷ്ണൻ്റെ മുമ്പിൽ പിന്നെ തരൂ കൃഷ്ണ താരൂ, ഞങ്ങളുടെ വസ്ത്രം തരൂ എന്ന് പറയാൻ അവർക്ക് മടിയില്ലായിരുന്നു. കയറി വാ എന്നാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കയറി ചെന്ന് തന്നു. അവർ അതല്ലാതെ ഭഗവാനൊന്നും അവിടെ കാണിക്കുന്നതായിട്ട് പറയുന്നില്ല. അത്രയും നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. ഞാനിത് വായിക്കുന്നില്ല, ഇതിൻ്റെ അർത്ഥമൊന്നും പറയുന്നില്ല, ഇതങ്ങ് വായിക്കുക. കൃഷ്ണേ ഹൃത്വാ വസനനിചയം കൂലകുഞ്ചാധിരൂഢേ മുഗ്ധാ കാചിൻ മുഹുരനുനയൈ കിന്വിതി വ്യാഹരന്തി സഭ്രൂഭംഗം സദരഹസിതം സത്രപം സാനുരാഗം ഛായാശൗരേ കരതലഗതാന്യംബരാണ്യാചകർഷാം കൃഷ്ണേ ഹൃത്വാ വസനനിചയം കൂലകുഞ്ചാധിരൂഢേ മുഗ്ധാ കാചിൻ മുഹുരനുനയൈ കിന്വിതി വ്യാഹരന്തി സഭ്രൂഭംഗം സദരഹസിതം സുഭ്രൂഭംഗം സദരഹസിതം അല്ല സദരഹസിതം എന്നാ കേട്ടോ. അത് സദരഹസിതം. ഒന്നുകൂടെ വായിക്കാമേ. കൃഷ്ണേ ഹൃത്വാ വസനനിചയം കൂലകുഞ്ചാധിരൂഢേ മുഗ്ധാ കാചിൻ മുഹുരനുനയൈ കിംന്വിതി വ്യാഹരന്തി സഭ്രൂഭംഗം സദര ഹസിതം സത്രപം സാനുരാഗം ഛായാശൗരേ കരതലഗതാനി അംബരാണ്യാചകർഷ അംബരാണി ആചകർഷ. അത് ഭഗവാൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ച് ആറിൻ്റെ തീരത്തുള്ള കടമ്പ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരുന്നെന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ. അത് കണ്ടിട്ട് ആ മുഗ്ധയായ ആ ഗോപിക വളരെ കെഞ്ചി അപേക്ഷിച്ചു. എന്താണിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ പിരികൻ ചുളിച്ചും സദര ഹസിതം, സദര കഴിഞ്ഞൊരു കോമായിട്ടോ കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് തെറ്റും. പുരികൻ ചുളിച്ചും പുഞ്ചിരി തൂകിയും അതുപോലെ സത്രപം, ത്രപ നാണം, ലജ്ജ,
ലജ്ജിച്ചും അനുരാഗത്തോട് കൂടിയും ഛായാശൗരേ ആ വെള്ളത്തിൽ നിഴലിച്ച് കണ്ട ആ ഛായ, ശ്രീകൃഷ്ണൻ്റെ മുകളിലിരിക്കുന്ന ആളിൻ്റെ ഛായ താഴെ വെള്ളത്തിൽ കാണുമല്ലോ. ആ കരതല ഗതാനി, കയ്യിലുള്ള വസ്ത്രങ്ങൾ പിടിച്ചു വലിച്ചു. ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങളെ പിടിച്ചു വലിച്ചു. ഏതാ നിഴലിൻ്റെ ഇതെന്ന് പിടിച്ചു വലിച്ചു എന്നാണ് അത് പറയുന്നത്. കൃഷ്ണൻ്റെ ആ യൗവനാരംഭത്തിലേ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഭാഗവതത്തിൽ 12 വയസ്സിനെ പറഞ്ഞിട്ടുള്ള കൗമാരക്കാരനായ കൃഷ്ണനാണത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത്തരം വികൃതികളൊന്നും കാണിച്ചതായിട്ട് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ഇനി അടുത്തതിനകത്ത് പറയുന്നത് അടുത്ത ജന്മത്തിൽ ഭഗവാന്റെ ഓടക്കുഴലായിട്ട് ജനിക്കണം എന്ന ഒരു സങ്കല്പത്തിൽ ഒരുപാട് ലളിതഗാനങ്ങളുണ്ടായിട്ടുണ്ടല്ലേ. ഓടക്കുഴലായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. അഭിജനുഷി പരസ്മിന്നാത്ത പുണ്യോ ഭവേയം തടഭുവി യമുനായ താദൃശോ വംശനാള അനുഭവതിയ ഏഷ ശ്രീമദാഭിരസൂനോഃ അധരമണി സമീപന്യാസധന്യാമവസ്ഥാം അപി ജനുഷി പരസ്മിൻ ആത്തപുണ്യോ ഭവേയം തടഭുവി യമുനായ വെട്ടിക്കളഞ്ഞിട്ട് താദൃശോ വംശനാളഃ അനുഭവതിയ യേഷ ശ്രീമദാഭിരസൂനോഃ. പിന്നെ വെട്ടിയിട്ട് അധരമണി സമീപാനി ആസധന്യാമവസ്ഥാം. ന്യാസധന്യ അധരമണി സമീപന്യാസ എന്ന് തന്നെയാണ് കേട്ടോ. ന്യാസധന്യാം അവസ്ഥാം ഒന്ന് ചൂട് എഴുതിയിരിക്കുന്നത് കണ്ടോ. അധരമണി എന്ന് വെച്ചാൽ ചുണ്ടൻ്റെ ഭഗവാന്റെ ചുണ്ടിനെ മണിച്ചുണ്ടെന്നാണ് പറഞ്ഞത്. സമീപന്യാസധന്യ ചേർത്ത് വയ്ക്കുന്നു, ആ മഹാഭാഗ്യം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന്. അടുത്ത ജന്മത്തിൽ പരസ്മിൻ ജനുഷി പുണ്യങ്ങൾ ചെയ്ത് യമുനാ തീരത്ത് ഒരു വളരെ ഭാഗ്യമുള്ള ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഒരു ഓടക്കുഴലായിട്ട് തീരമോ ഞാൻ എന്ന് ഈ ഒരു സങ്കല്പത്തിൽ നിന്ന് ഈ ഒരു ശ്ലോകത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ആ കവിതകളൊക്കെ വന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരുപാട് കവിതകളും ഈ പാട്ടുകളുമൊക്കെ ഈ നമ്മുടെ സമകാലീനരായിട്ടുള്ള കവികൾ എഴുതി പാട്ടൊക്കെ ലളിതഗാനമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞൊരു ശ്ലോകത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നു എങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ ഇതിനകത്തൊന്ന് വന്നതാണ്. ഹരിയോ ഉണ്ട്. 10 വരെ വായിക്കാമേ. ഐ പരിചിനു ചേത പ്രാതരംഭോജനേത്രം ഐ പരിചിനു ചേത പ്രാതരംഭോജനേത്രം പ്രാതരംഭോജ എന്ന് വായിക്കണേ. പ്രാതായിക്കും രമ്മിനും ഇടയ്ക്കൊരു രമ്മിനും ഭോയ്ക്കും ഇടയ്ക്കൊരു എഴുതിയാൽ മതി. ഐ പരിചിനു ചേത പ്രാതരംഭോജനേത്രം കബരകലിത ചഞ്ചപിഞ്ചദാമാഭിരാമം വലഭിദുപലനീലം വലഭിദുപലനീലം വല്ലഭീഭാഗധേയം നിഖില നിഗമവല്ലീ മൂലകന്ദം മുകുന്ദം. സുന്ദരമായൊരു പദ്യമാണ്. മൂലകന്ദം മുകുന്ദം എന്നെടുത്ത് പറയുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല ശ്ലോകത്തിന് തന്നെ. ഈ ആ ചേതസ്സിനെ വിളിക്കുക. അല്ലയോ മനസ്സേ, അംഭോജനേത്രം ഈ താമരപ്പൂ പോലെയുള്ള കണ്ണുകളോട് കൂടിയ, അതുപോലെ കബര ചലിത ചഞ്ചൽ പിഞ്ചദാമാഭിരാമം ആ മുടിയ കബരം തിരുമുടിയിൽ പിഞ്ച എന്ന് പറഞ്ഞാൽ പീലി, ഇളകുന്ന, ചഞ്ചലം എന്ന് പറഞ്ഞാൽ ഇളകുന്ന, അഭിരാമമായിട്ട് സുന്ദരമായിട്ടിരിക്കുന്ന ആ പീലികൾ. അതുപോലെ വല്ലഭിദുപലനീലം ഇന്ദ്രനീല കല്ല് പോലെ നീല നിറം പൂണ്ട വല്ലഭീ ഭാഗധേയം ഗോപശ്രീകളുടെ ഭാഗ്യം തന്നെയായ നിഖില നിഗമ വല്ലീ മൂലഗന്ധം എല്ലാ വേദങ്ങളുടെയും അടിയിൽ കിഴങ്ങായ
ഭഗവാന്റെ മുക്തി നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ മുകുന്ദം, മുക്തി നൽകുന്നവനെ. മുകുന്ദൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്ന മുക്തി നൽകുന്ന ആൾ മുകുന്ദൻ. പ്രാതപരിചിന് പ്രഭാതത്തിൽ ധ്യാനിച്ചാലും, പ്രാതകാലെ എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ പരിചിനു ധ്യാനിച്ചാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കഴിലിനെ സംബോധന ചെയ്ത് കവി അടുത്ത പറയുകയാണ് 11ാമത്തെ ശ്ലോകത്തിൽ. അത് നമുക്ക് പിന്നീട് നോക്കാം. ഹരി ഓം.